ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് ഈശോ തരുന്നത്, കഴിഞ്ഞ ദിവസങ്ങൾ അശ്വതി എന്നും പറഞ്ഞൊരു പെൺകുട്ടി സാക്ഷ്യം പറഞ്ഞ്, അശ്വതി. അപ്പം അശ്വതി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്രശ്നം വെച്ചാൽ അശ്വതി ഫസ്റ്റ് ടൈം ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് ആദ്യം വരുന്ന ആളാണ്. അപ്പോൾ ഈ ഉടമ്പടി ധ്യാനം വളരെ നന്നായ രീതിയിൽ സ്വകാര്യമായിട്ട് അതിൽ കൂടുന്ന ആളാണ്. പക്ഷേ അശ്വതി ഒരിക്കൽ അവൾക്ക് മുതുകത്തൊരു മുഴയുണ്ടായി. മുതുകത്തൊരു മുഴയുണ്ടായി. അപ്പോൾ അത് ക്യാൻസറിലേക്ക് പോകുമോ, ഓപ്പറേഷൻ വേണ്ടി വരുമോ, പിന്നെ ഉണ്ടാകുന്ന അവളുടെ അവസ്ഥ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കുട്ടി ആകുലയാണ്. അപ്പോൾ അങ്ങനെ ആകുലയായപ്പോൾ ഈ പെട്ടെന്ന് കുറേ സാക്ഷ്യങ്ങൾ നോക്കി മാതാവ്, അവൾ പറയുന്നുണ്ട്, മാതാവ് എന്നെ നയിക്കുകയായിരുന്നു. ഞാനൊരു സ്മാർട്ട് ഫോണൊന്നും വാങ്ങിച്ചിട്ടില്ല. മാതാവിനെക്കുറിച്ച് അറിയണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ മാതാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതിന് ശേഷം ഞാൻ പിന്നെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. അപ്പോഴൊരു സാക്ഷ്യം അച്ഛൻ പറയുന്നുണ്ട്, അതായത് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, അതെനിക്ക് വല്ലാതെ എന്നെ ഹോൾഡ് ചെയ്തു. അതായത് ഒരു കുഞ്ഞ് പങ്ക്രിയാസിൽ ക്യാൻസറുള്ള കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിനെ കോവിഡ് കാലത്ത് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. നമ്മളാരും അറിഞ്ഞില്ല. അപ്പോൾ ഇവിടുത്തെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആൾ നിൽക്കാനൊന്നും പോലീസ് അനുവദിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ തന്നെ പോലീസ് തല്ലിയിട്ടുണ്ട് പല പ്രാവശ്യം ഇവിടെ വന്ന്. ആൾ നമ്മുടെ വാദിക്കെ പ്രാർത്ഥിച്ച് കൂട്ടം കൂടി നിൽക്കുമ്പോഴേ അങ്ങനെ വലിയ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇവർ വരണത്. അപ്പോൾ ഇവിടെ ഇത് തുറക്കാനും പറ്റില്ല, തുറന്നാൽ പ്രോബ്ലമാണ്, പോലീസ് സമ്മതിക്കത്തില്ല. അപ്പോൾ അത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ കുഞ്ഞും അമ്മയും കൂടി ഇതിനെ വാദിക്കെ വന്ന് നിന്നിട്ട്, ഈ പങ്ക്രിയാസിൽ ക്യാൻസർ അല്ലേ കുഞ്ഞിന്. അപ്പോൾ അമ്മ കൊച്ചിനോട് പറയും, വാവേ അമ്മയോട് പറ, ഇനി നമ്മൾ വരണത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകാൻ. കുഞ്ഞ് അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞങ്ങൾ വരണത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന്. അത് കറക്റ്റാണ്. ഈ സാക്ഷ്യമാണ് അശ്വതി കേൾക്കണത്. അവൾ തിരിച്ചു വന്ന്, ആ കുഞ്ഞ് തിരിച്ചു വന്ന് സാക്ഷ്യം പറയണത്. അത് ഭയങ്കര ഫീലിംഗാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം വേറെ ഒരു മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കും. അപ്പോൾ കുഞ്ഞ് മിടുക്കിയായി വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അതാണ് അശ്വതി കേൾക്കണ സാക്ഷ്യം. അപ്പോൾ അവളുടെ വിശ്വാസം വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് വളരും. ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം മക്കളെ. സാക്ഷ്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യപ്പെടുന്ന സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഒത്തിരി ട്രോളൊക്കെ വരുന്ന സാക്ഷ്യങ്ങളല്ലേ, ട്രോളിങ് വരണം. നമ്മളെന്താ വന്നാൽ അതിൻ്റെ അകത്ത് അധികം ഓവറായിട്ട് ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ജനങ്ങൾക്ക് അവരെ കവനൻ്റ് എക്സ്പീരിയൻസ്, ദൈവം നമുക്കൊരു പുതിയ പ്രാർത്ഥനാ പദ്ധതി തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഴയ ധ്യാന കേന്ദ്രങ്ങളുള്ള വെള്ളപടി മദ്യപാനം മാറുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളുണ്ടാകുക മാത്രമല്ല, മനുഷ്യൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ സമഗ്രമായ വിഷയങ്ങളാണ് ഉടമ്പടിയിൽ ദൈവം അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ പുതിയ വിഷയങ്ങളും പുതിയ അനുഭവങ്ങളും ആയത് കാരണം ജനങ്ങൾക്കൊരു സ്ഥിരം പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും കയറി ജനങ്ങൾ അവരുടെ ഉടമ്പടി അനുഭവങ്ങൾ പങ്കുവെക്കാൻ. അപ്പോൾ ഓരോരുത്തർ, ചിലർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും, ചിലർക്ക് അധികം വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല. അവരുടെയൊക്കെ സ്റ്റാറ്റസ് അനുസരിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് പറയും. നമ്മളതിനെ ഹോണർ ചെയ്യും. പക്ഷേ ചില ആൾക്കാർക്ക് അവർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ വിശ്വാസം തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അവരുടെ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്. അവർ ആ വിശ്വാസം അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് ബുദ്ധിബോധമില്ലാതെ ഇരിക്കാൻ ദൈവത്തെ ബുദ്ധിപരമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്നവർക്ക് മണ്ടത്തരം തോന്നി വരും. പക്ഷേ ഈ നിഷ്കളങ്കരായ മനുഷ്യർ അവരുടെ ഒരു സങ്കടകാലത്ത് ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അവർക്കെന്ത് സംഭവിച്ചു, അവരതെങ്ങനെ പ്രഖ്യാപിച്ചു, അവർക്കെന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ അശ്വതിയുടെ പ്രശ്നം തന്നെ എന്താണ്? അശ്വതി ഈ ധ്യാനം കൂടിയപ്പോൾ അശ്വതിയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയണത് കേട്ട്. അശ്വതിയുടെ പറഞ്ഞതല്ല, പൊതുവെ പറഞ്ഞതാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ അശ്വതി ഒരു സെപ്റ്റംബർ 4 എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട്. എന്താ കാര്യം? പ്രശ്നം എന്താണ്? അവരുടെ മുതുകത്തൊരു കുരുവാണ് പ്രശ്നം. മുതുകത്തൊരു കുരു ഇങ്ങനെ മുഴ വരെ പൊങ്ങുകയാണ്. അപ്പം അത് മാറാൻ വേണ്ടി അശ്വതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അത് കേട്ടിട്ട് അതനുസരിച്ച് ഒരു ഡേറ്റ് ഇട്ട് സെപ്റ്റംബർ 4.
അപ്പോൾ സെപ്റ്റംബർ 4 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അശ്വതി 2 ദിവസം കഴിഞ്ഞപ്പോൾ അയ്യോ ഡേറ്റ് പെട്ടെന്നായി പോയില്ല, മാതാവിന് കുറച്ച് സമയം കൊടുക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അത് അവരുടെ നിഷ്കളങ്കതയിലുള്ള ഒരു പകപ്പാണ്. കാര്യം ഇപ്പം ഇങ്ങനെ ഇത്രയും പെട്ടെന്നൊക്കെ നമ്മൾ ഡേറ്റ് ഇട്ട് ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. ആ 4 ദിവസത്തിനുള്ളിൽ മാതാവിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാതാവിനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ കുറച്ചുകൂടി ഡേറ്റ് മാതാവിന് കൊടുക്കാമായിരുന്നെന്ന് ഇവൾ സ്വയം ചിന്തിക്കുകയാണ്. അവളുടെ ലിറ്ററസി അനുസരിച്ചുകൊണ്ടുള്ള ചിന്താധാരണകളാണ് വരണത്. നമ്മളതിനെല്ലാം മാനിക്കും. അത് പറയുന്നത് അവർ എന്താ പറയണമെന്ന്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അശ്വതി ഒരു ധ്യാനം കൂടും, ഉടമ്പടി ധ്യാനം കൂടും. ഏത് ധ്യാനം കൂടും? 2017 ധ്യാനം കൂടും. 2017 ധ്യാനം കൂടും. 2017 ധ്യാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര കൊല്ലമായി? 5 കൊല്ലമായില്ലേ? 5 കൊല്ലം മുമ്പുള്ളൊരു ധ്യാനം കൂടുകയാണ്, ഉടമ്പടി ധ്യാനം കൂടുകയാണ്. കുടുംബം എന്താ പറയണത്? അന്ന് അച്ഛൻ പറയുന്നുണ്ട്, ആരാധനയ്ക്ക് പറയുന്നുണ്ട്, ഇപ്പം മുതുകത്ത് മുഴയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവരാ മുതുകത്തെ മുഴ സമർപ്പിച്ച് പ്രാർത്ഥിച്ച കർത്താവ് ഇപ്പോഴവരെ സുഖപ്പെടുത്തുമെന്ന് പറയാം. അത് 2017 ധ്യാനമാണെന്ന് അശ്വതിക്കറിയാം. അതാ വിഷയം. പണ്ടത്തെ ഒരു ആരാധനയാണ്. പണ്ടത്തെ ആരാധനയിൽ അവളെന്താ ചെയ്യിക്കണത്? ഭൂതകാലത്തെ ഒരു ആരാധനയിൽ അവർ വർത്തമാനകാലത്ത് അവരുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് വിഷയം. എന്നിട്ട് പറയാം, കർത്താവ് ഇത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന്. അതാണ് അശ്വതി പറയണത്. കർത്താവ് ഈ 2017 ധ്യാനമാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത് എന്നെക്കുറിച്ചാണ് നീ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാതാവിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് 4-ാം തീയതി സെപ്റ്റംബർ 4. ഇനി 3 ദിവസമേ ഉള്ളൂ. ഇതെന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇവളെ ഈ മുഴ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് അപ്രത്യക്ഷമായി പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ തന്നെ അത് വിചിത്രമായി തോന്നി എനിക്ക്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അവരെ ക്രൂശിക്കാനോ ക്രിസ്റ്റിസൈസ് ചെയ്യാനോ പറ്റത്തില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എന്താണ്, അതായത് എനിക്കിത്തിരി അവിശ്വാസമൊക്കെ ഉണ്ട്. വളരെ പച്ചയായ സാക്ഷ്യങ്ങളാണ്. എനിക്ക് കുറച്ച് അവിശ്വാസമൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ഡേറ്റ് ഞാൻ ഇങ്ങനെ ഹരിബറിയായിട്ട് ഇട്ടില്ലേ, മാതാവിന് കുറച്ച് സമയം കൂടി കൊടുത്തേച്ചെങ്കിൽ മാതാവ് സമയം എടുത്ത് ഹീൽ ചെയ്ത് തന്നേനും. മാതാവിന് സമയം കൊടുക്കാത്ത രീതി മാതാവിൻ്റെ കൈയും കാര്യം കെട്ടുന്ന രീതി ഞാൻ പെട്ടെന്ന് സമയം ഇട്ടില്ലേ, സെപ്റ്റംബർ 4 നമ്മൾ ഡേറ്റ് ഇട്ടില്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു അവിശ്വാസം തോന്നിയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ മാതാവ് ചെയ്യുമോ? ഇല്ലേ, എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ എന്നിട്ട് ഇവിടെ പറയും, ഞാൻ അവിശ്വാസിയായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായിരിക്കും. ഈ വചനം ഇവിടെ നിന്ന് കിട്ടിയ അവൾക്ക് Take the word of God. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 2 തിമോത്തി സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും. 2 തിമോത്തി 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പം ഈ 2 തിമോത്തി വേഴ്സൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അശ്വതി അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. എന്താ പറയണത്? എനിക്കിങ്ങനെ അവിശ്വാസം തോന്നിയായിരുന്നു, പക്ഷേ എനിക്ക് പ്രശ്നം തോന്നിയില്ല. കാര്യം എന്താണ്?
വചനത്തിലുണ്ടല്ലോ, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന്. അപ്പോൾ ഈ മനുഷ്യന്മാർ വിശ്വസിക്കുന്ന രീതികളും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിങ് ഭയങ്കരമാണ് ശരിക്കും. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. കാര്യം ബുദ്ധി ഇവിടെ എന്തുമാത്രം കുറഞ്ഞു വരുന്നു, അതനുസരിച്ച് വിശ്വാസം മൂല്യമുള്ളതായിട്ട് വരും. അന്ധവിശ്വാസമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്, അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുൻകരുതലെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വിശ്വസിക്കാൻ നിനക്ക് അമിതമായി വിശ്വസിക്കുമ്പോൾ അത് അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ വേണ്ടി അത് സ്വാഭാവികമായൊരു കോമൺ സെൻസ് മനുഷ്യനുണ്ടാകും. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്ട്രാ സെൻസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അമിത വിശ്വാസം അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അശ്വതി പറയുന്നത് കറക്റ്റ് കാര്യമാണ്. എന്താ പറയണത്? എനിക്ക് ഡേറ്റ് ഇട്ടതിൽ മാതാവിനോട് ഹർബറിയായി ഒരു ഡേറ്റ് ബാർ ചെയ്തതിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുണ്ട്. പക്ഷേ എങ്കിലും വചനത്തിലുണ്ടല്ലോ, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമല്ലോ. അപ്പോഴേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കാര്യങ്ങളിലെല്ലാം വചനത്തിൻ്റെ സത്യാവസ്ഥകളെ ആഴമായി മനസ്സിലാക്കിയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതാനുഭവങ്ങളോട് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രതികരണമാണ് ഉടമ്പടിക്കാലത്ത് നമ്മൾക്കുണ്ടാവുന്നത്. എല്ലാവരെയും അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനത്തോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പുതിയ സമീപനം ഞങ്ങൾക്ക് നൽകണമേ. സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറേ കാലം മുമ്പ് എനിക്കാണ് ഒരു വർഷമായി കാണും, ഞാൻ എപ്പോഴും പറയും ടൈം ഷോർട്ടണിങ് എന്ന് പറയും. അപ്പോൾ എനിക്ക് തന്നെ ഒരു ജാള്യത ഉള്ളിൽ തോന്നും. കാര്യം ടൈം ഷോർട്ടണിങ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഞാൻ പറയും, ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റ് സമയച്ചുരുക്കമാണ്. എനിക്കത് എവിടെയാണ് ഡിറൈവ് ചെയ്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയം ആയിട്ടില്ലെന്ന് ഈശോ പറയുമ്പോൾ മരിയൻ മീഡിയേഷനിലാണ് അമ്മ സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ, അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള വേദപുസ്തകത്തിൻ്റെ ശക്തമായ വെളിപാടിൽ നിന്നാണ് ഞാൻ ടൈം ഷോർട്ടണിങ് കണ്ടുപിടിച്ചതാണോ പരിശുദ്ധാത്മാവ് എന്നെ ചൂണ്ടിക്കാണിച്ചതാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു സത്യമാണ്. എന്താണ് സത്യം? there is a phenomena of time shortening in covenant prayer. ഉടമ്പടി പ്രാർത്ഥനയിൽ സമയച്ചുരുക്കത്തിൻ്റെ ഒരു പ്രതിഭാസമുണ്ട്. ഉടമ്പടി പ്രാർത്ഥന നീ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ്. അവിടെ നിനക്ക് ടൈം ഷോർട്ടണിങ് വേണമെന്നുണ്ടെങ്കിൽ ടൈമാണല്ലോ വില്ലൻ. എല്ലാത്തിൻ്റെയും വില്ലൻ ടൈമാണ് അല്ലേ? എല്ലാം ടൈം മാറിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും. അപ്പം ടൈം ഇപ്പം നമ്മൾ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പരിശുദ്ധ അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സമയം കൃപാസന ശുശ്രൂഷകളുടെ അടിസ്ഥാനമായ പ്രമേയമാണ് സമയം. കഴിഞ്ഞുപോയ സമയത്തെ തിരിച്ചെങ്ങനെ കൊണ്ടുവരാൻ കഴിയും? കഴിഞ്ഞ കാലങ്ങളിലെ പ്രവചനങ്ങളെയും എല്ലാം എങ്ങനെയാണ് വർത്തമാന കാലത്ത് അനുഭവിക്കാൻ പറ്റണതെന്നാണ് അശ്വതി വിശ്വാസം കൊണ്ട് തെളിയിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ധന്യയുടെയും അരസ് ജോസഫിൻ്റെയും മകളുടെ മൈലോ ഇതില്ലേ, എന്താണ് രക്താർബുദം. ആ രക്താർബുദത്തിൻ്റെ, അതായത് മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദം, ആ മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദത്തിന് കുഞ്ഞിനെ ഇനി 50% റിക്കവറി റേറ്റ് ഉള്ളെന്ന് ഡോക്ടർ പറയുമ്പോൾ കുഞ്ഞിന് ചെയ്യേണ്ടി വരുന്ന കീമോ 3000 mg ആണ്. 3000 mg കീമോയാണ്. നമുക്കറിയാവില്ല 600 mg 300 mg എന്നൊക്കെ പറയുമ്പോൾ തന്നെ നേഴ്സുമാർക്ക് പെട്ടെന്ന് തന്നെ പേടിയാവും, അയ്യോ ഇതെന്തൊരു അസുഖമാണ്, ഇത് കണ്ടിന്യൂ ചെയ്ത് ഇത്രയും കഴിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ 3000 mg കീമോയാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. 8 ദിവസത്തേക്കാണ്. അതിൻ്റെ പെയിൻ എന്ന് പറയണതും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ കൊടുത്താൽ തന്നെയും 3 കൊല്ലം എടുക്കും. ഇത് കീമോ കൊടുത്തിട്ട് ആണ് പിന്നീട് ബോൺ മാരോ ചെയ്യണത്. അമ്മയുടെ മജ്ജ എടുത്തിട്ട് കുഞ്ഞിലേക്ക് കൊടുക്കുന്നു. അത് ഭയങ്കര, ഇതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞ് സർവൈവ് ചെയ്യണം.
അപ്പോൾ നമ്മളെല്ലാം കടന്നു പോകുന്നത് പ്രത്യേക ഒരു ലോകത്താണ്. പണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു പോകും, അത്രയേ ഉള്ളൂ. വൈദ്യശാസ്ത്രം ഇപ്പോൾ ഇത്രയും വളർന്നത് കൊണ്ടാണ് റിക്കവറിങ് റേറ്റ് വരണത്. റിക്കവറിങ് റേറ്റ് കൂടാൻ കാരണം എന്താണ്? വൈദ്യശാസ്ത്രം വളർന്നത് കൊണ്ടാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഇല്ല. അവരെല്ലാം ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്തു വരുമ്പോഴും ഡോക്ടർമാർ പറയും ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയും, ദൈവത്തിൻ്റെ കയ്യിലാണെന്ന്. അപ്പോൾ എന്താ ചെയ്യണത്? ഈ കുഞ്ഞിനെ ഈ ശുശ്രൂഷകളെല്ലാം, ഈ ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്യുമ്പോൾ ഇവർ നിരന്തരം ഉടമ്പടി തൈലം കുഞ്ഞിനെ കാശുരൂപം കുഞ്ഞിനെ ശിരസ്സിന് താഴെ വെച്ചുകൊണ്ട് ഉടമ്പടി കാശിന് വെച്ചുകൊണ്ട് ഈ ഉടമ്പടി തൈലം തേച്ചുകൊണ്ടിരിക്കുകയാണ്. കീമ കൊടുത്ത കുഞ്ഞിനെ ഉടമ്പടി തൈലം തേച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ ഈശോ പറയും. പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ പറയും, ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യാൻ പറയും. അത് ഉടമ്പടി ഇവർ ഡയറക്റ്റായിട്ട് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചേഞ്ചിങ് എല്ലാം വരണത്. പെട്ടെന്ന് ഇവർ ഡയറക്റ്റായിട്ട് ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഇവർ അവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് കുഞ്ഞിൻ്റെ അവസ്ഥ കാരണം എടുക്കാനും പറ്റത്തില്ല. അത് എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ തന്നെ പറയും നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കാമെന്ന് പറയും. സെക്കൻഡ് ഒപ്പീനിയൻ എവിടെയാണ് ഉള്ളത്? ബാംഗ്ലൂരാണ് ഉള്ളത്. ബാംഗ്ലൂരേക്ക് സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കിയപ്പോൾ ആ ഡോക്ടറിന് രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി വരെ എത്രയോ വർഷം മാസങ്ങൾക്ക് ബുക്കിംഗ് കിടക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് പെട്ടെന്ന് കിട്ടി ആ ഡോക്ടറിനെ. ബാംഗ്ലൂരത്തൊക്കെ പെട്ടെന്ന് ഡോക്ടറിനെ ഇവർക്ക് പെട്ടെന്ന് കിട്ടി. ഡോക്ടർ പറഞ്ഞ് എളുപ്പം തന്നെ പാക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അതാണ് സംഭവം. എന്ന് വെച്ചാൽ അവിടുത്തെ ടൈം ഷോർട്ടനിങ് ഭയങ്കരമാണ്. എങ്ങനെ ഈ ഹോസ്പിറ്റലാണ് കടന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ 3 കൊല്ലം എടുക്കും. ഇവർ പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് സംഭവിക്കണത് എങ്ങനെയാണ്? നമ്മുടെ ടൈം ഷോർട്ടനിങ് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം സമയച്ചൊക്കെ സംഭവിക്കും. പുതിയ ഡോക്ടറെ തന്ന് പുതിയ ഹോസ്പിറ്റലിൽ തന്ന് അവിടെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് എല്ലാം മാച്ചായി പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ബോൺമാരോ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് 3-ാം ദിവസം പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞ് വീട്ടിൽ പോയിക്കോളാൻ. പെട്ടെന്നായ സംഭവം. 3 മാസത്തെ റെസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ 3 കൊല്ലം പറഞ്ഞതാണ് 3 മാസമായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയണത്. 3 കൊല്ലം. അപ്പോൾ ഇത് ഞാൻ പാതിരാപ്പള്ളി ദിവസങ്ങളിലൊരു ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ പാതിരാപ്പള്ളി ഈ ദിവസങ്ങളിൽ നടന്ന ധ്യാനത്തെ സമയത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ കയറി പറഞ്ഞു ഇത് പ്രൊവിഷനുള്ളതാണ്, പുതിയ കാര്യമല്ല. ഇത് വാഗ്ദാനങ്ങളുടെ പ്രൊവിഷനുള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓർത്തുകൊണ്ട് സമയം ചുരുക്കിത്തരുമെന്ന്. റീഡിറ്റ് 13:20 മർക്കോസ് 13:20. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല. ഉറക്കെ പറ്റി അത് പാടാം. നിന്നെ പോലൊരു ദൈവമില്ല. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല.
അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഒരിക്കൽ കൂടി ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും എൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലായിരിക്കുന്ന മക്കളെ എൽത്താരയിലോട്ട് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വി. പി. ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രത്യേകമായിട്ട് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന മക്കളെ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് പാടാം. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ഉറക്കെ ചേർന്ന് പാടാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ ജീവനുതുക ജീവദായക ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് വിശ്വസ്തതാപൂർവ്വം പാലിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വചനം കേട്ട് അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. ശക്തിയോടെ പാടാം. കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരും. ഉറക്കെ ചേർന്ന് പാടാം. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരും. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ജീവനുതുക ജീവദായ ജീവനുതുക ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനാളമായി എരിഞ്ഞു തീരും. കൈകൾ ഉയർത്തിയടിക്കാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം. ഉറക്കെ ഉറക്കെ പാടാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ജീവനുതുക
ജീവദായക ജീവനുരുക ജീവദായക ജീവനാളമാ എരിഞ്ഞു തീരുവാൻ ജീവനാളമാ എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയെടുത്തു ഉറക്കി ചേർന്ന് പാടാം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയെടുത്തോളം ജീവനുരുക ജീവദായക ജീവനുരുക ജീവദായക ജീവനാളമാ ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചൊരിയപ്പെടാൻ ദാഹത്തോടെ പാടാം. ഹല്ലേലൂയ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയെടുത്തോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയെടുത്തു കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. നിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വേണ്ട മേഖലകളെല്ലാം തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ ദൈവമായിട്ട് പരാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഭാവി പ്രവർത്തനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ ധ്യാനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുള്ള എല്ലാ മക്കളുടെയും കണ്ണുനീരിനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം. മഹത്വം. ആരാധന. ആരാധന. ഹൃദയം തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി ധ്യാനത്തിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ ഈ വർഷമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം. മഹത്വം. ആരാധന. ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം. മഹത്വം. Praise the Lord. ആരാധന. ആരാധന. Praise the Lord. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ടൈം ഷോർട്ടണിങ് എന്നുള്ള എങ്ങനെയാണ് അത് സുവിശേഷ വിഹിതമാകുന്നതെന്നാണ്. ആർക്കാണ് ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നത്? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ആർക്കാണ് ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നത്, സമയ ചുരുക്കം സംഭവിക്കുന്നത്? മർക്കോസ് 13:20. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ് കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അവസാനത്തെ വചനം എന്താണ്? എന്നാൽ പറഞ്ഞേ. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ആ ദിവസം ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ സമയ ചുരുക്കം സംഭവിക്കും. ഉറപ്പല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ സഹന സമയമാണ് ചുരുങ്ങണത്. ഇപ്പോൾ 4 കൊല്ലം വേണമെന്ന് പറഞ്ഞതാണ്, 3 കൊല്ലം വേണമെന്ന് പറഞ്ഞാണ് ആ കുഞ്ഞ് റിക്കവർ ചെയ്ത് വരാൻ. അത് വെറും 3 മാസം കൊണ്ട് റിക്കവർ ചെയ്യുക, 10-1 സമയം ചുരുക്കുക. അതെന്തുകൊണ്ടാണ്? അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുമ്പോഴേ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു വിഭാവനയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ. ഈശോ തന്നെ പറയും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. 15-16 വായിക്കുക, യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
മഹത്വം മഹത്വം ആരാധന 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 15:16. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പറഞ്ഞ നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പുണ്ട്. അത് നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, പിന്നെന്താ ചെയ്യണത്? ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണെന്ന് ചെയ്തിരിക്കണമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് ഇവിടെ എത്തിയത് അല്ലേ? അപ്പോഴേ ദൈവം നിങ്ങളെ ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. അത് പിന്നെ ഏറെയും കുറഞ്ഞു ഇരിക്കുമല്ലേ ആൾക്കാർക്ക്. അത് കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അത് ആൾക്കാർ അവരോട് നൽകപ്പെട്ടിരിക്കുന്ന കാലത്തോട് വിശ്വാസവിഹിതമായിട്ട് പ്രതികരിക്കുന്നതനുസരിച്ചുള്ള മെറിറ്റാണ് അതിൻ്റെ അകത്തുള്ളത്. ചിലർക്ക് വിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്താ വിഷയമെന്ന് പറഞ്ഞത്, ഒരു കാര്യം വ്യക്തമാണ്, ആർക്കും ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്? അതാണ് യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പറഞ്ഞേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയണം, എന്നെ ദൈവം തിരഞ്ഞെടുത്താണ് വിശ്വാസം വഴി. മനസ്സിലായില്ലേ? വിശ്വാസം വഴി ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ചിലപ്പോൾ വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ച ആളല്ലായിരിക്കും ചിലപ്പോൾ നീ, പക്ഷേ ഇപ്പം നീ ഇവിടെയുണ്ട്. അപ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. കൈയടിച്ച് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിലേക്ക് വിളിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോഴും ഏതാണ്ട് ദൈവത്തിൻ്റെ ഈ മനസ്സിലിരിപ്പ് പിന്നെയും പുറത്തു വരുന്നുണ്ട്. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഇപ്പം നമ്മുടെ വാക്ക് നമ്മൾ മിണ്ടാതിരുന്നാൽ ആൾക്കാരെന്താ പറയുക? നീ എന്താ മിണ്ടാത്തത്? നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയട്ടെന്ന് പറയത്തില്ലേ? അല്ലേ? മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പറയാം, നീ എന്താ മിണ്ടാത്തത് ഈ വിഷയത്തിൽ? നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ വാക്കിലൂടെയാണ് മനസ്സിലിരിപ്പ് പുറത്തു വരണത്. അല്ലേ? അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ വാക്കെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഉറപ്പല്ലേ? അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. മർക്കോസ് ഈ യോഹന്നാൻ്റെ 15:16 അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു എന്ന് മർക്കോസ് 13, അതായത് 3:13 പറയാം. വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. ഇത് രണ്ട് ലിങ്കാണ് ഈ വചനങ്ങൾ. ദൈവം ഈ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഇപ്പം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ദൈവമാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്താണ്? അവൻ നമ്മളെ ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടാകും നിങ്ങളിൽ. അതാണ് വിഷയം. നിങ്ങളിൽ എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട. ചിലർ ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറയത്തില്ലേ? നിങ്ങളുടെ ആത്മാവിന് എന്തോ ഒരു ബ്യൂട്ടി സ്പോട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട്.
അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യക്തമാണ് വചനം 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വ്യക്തമാണ് വചനം. മർക്കോസ് 13:13 എന്താണ്? അവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അപ്പോൾ അടുക്കിലേക്ക് വിളിച്ചിട്ടുള്ള എല്ലാവരും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ബാധ്യതയെന്ന് പറഞ്ഞാൽ എന്താണ്? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത. എന്താ? ദൈവത്തെ ഇഷ്ടപ്പെട്ടു, ദൈവം തിരിഞ്ഞു എടുത്തു, ദൈവം നമ്മളെ വിളിച്ചു. ഇനി നമ്മുടെ മുമ്പിലുള്ള ബാധ്യത എന്താണ്? 2 പത്രോസ് 1:10 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ, പറഞ്ഞേ, ആകയാൽ സഹോദരങ്ങളെ, ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഉറപ്പിക്കേണ്ടി വരും. വിളിക്കുമല്ലോ കുഴപ്പം. ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്നേക്കാട്ട് ഉറച്ചെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളി ആടിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ വിഷയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെന്ന് വരും. അതാണ് വിഷയം. അതായത് വിഷയങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കാതെ വരുമ്പോൾ വിളി ആട്ടത്തിലാവുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? വിശ്വാസം കൊണ്ട് നമ്മളതിനെ ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കാതെ വരും. ചില കാര്യം നടക്കാത്ത കാര്യങ്ങളോ ദൈവം ഇക്കാലങ്ങളിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളോ ആണ് നമ്മൾ ചോദിച്ചതെങ്കിൽ അതിന് ചില സമയത്ത് കിട്ടാതെ വരും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ കൃപാസനത്തിൻ്റെ സ്ഥലത്തിന് വേണ്ടി ഞാൻ എത്രയോ പ്രാവശ്യം ദൈവത്തോട് 1993 ചോദിച്ചു. ഞാൻ കണ്ട സ്ഥലം 1 കൊല്ലം പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്ക് തന്നില്ലല്ലോ. 97 ഈ സ്ഥലം ദൈവം തന്നത്. ചോദിച്ച സ്ഥലം തന്നില്ല, വേറെ ഒരു സ്ഥലം തന്നു. അതാണിപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം. ഇത് കൃപാസനം ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു സ്ഥലത്ത് വരേണ്ടതായിരുന്നു. അത് അക്കാലം ഞാൻ ചോദിച്ചപ്പോൾ ദൈവം അതെനിക്ക് തന്നില്ല. അപ്പോൾ ഞാൻ 1 കൊല്ലം പ്രാർത്ഥിച്ചതല്ലേ, ദൈവം എനിക്ക് തരേണ്ടതല്ലേ? അപ്പോൾ ഇത്രയും പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനല്ലേ ഞാൻ സ്ഥലം ചോദിച്ചത്, എന്നിട്ട് എന്താണ് തരാഞ്ഞത് എന്ന് വേണം എനിക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചോദിക്കാതെ എൻ്റെ വിളി ഉറപ്പിച്ചു. കർത്താവ് ഇപ്പം തന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും തരും, തന്നില്ലെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നു. ഇതാണ് നിലപാട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.